ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 18-ാം തീയതി ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് താഴെ വന്ന് സാധനങ്ങളൊക്കെ ഗിഫ്റ്റുകളെല്ലാം അതായത് സ്ഥാനത്ത് വെക്കാം എന്ന് കരുതിയേ. അപ്പോൾ ഒരു ടാസ്ക് പോലെ ഞാൻ കൊടുത്തേക്കുവാണ്. ഓരോ ഗിഫ്റ്റിൻ്റെ അടുത്ത് ഓരോരോ നറുക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയിട്ട് ഓരോന്നും കണ്ടുപിടിച്ചെടുക്കണം, അതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യമേ വെക്കാമെന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ശ്രീമോൻ ഉണർന്നു. അങ്ങനെ ഏട്ട ശ്രീമോനെ കൊണ്ട് ഇറങ്ങി വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞേട്ട ഇറങ്ങി വരരുതേ, ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങി വരാവൂന്ന് പറഞ്ഞ്. അന്നേരം ഏട്ടന് മനസ്സിലായി എന്തോ ഇവിടെ ഞാൻ ഒപ്പിച്ച് വെക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഏട്ടൻ മേളിലാണ്. അപ്പോൾ ഞാൻ കാശിയും കൂടെ എടുത്ത് ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോരോ സാധനങ്ങൾ അതായത് സ്ഥാനത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെച്ചെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി ഏട്ടനെ വിളിച്ച് താഴെ ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ഏട്ടൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവത്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് പനിയായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ എവിടെയും പോയി വാങ്ങിക്കുമെന്നും ഉള്ളൊരിത് കാണത്തില്ല. നേരത്തെ എന്നൊക്കെ വെച്ചാൽ ഞാൻ സ്കൂട്ടറിലങ്ങ് പോകും, ശ്രീമോൻ ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഞാൻ പോയതായിട്ട് ഏട്ടന് ഒരു ഊഹവും ഇല്ല. ഒരു വാച്ച് വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഏട്ടന് അറിയാമായിരുന്നു. നേരത്തെ ഏട്ടന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അറിഞ്ഞിട്ടുള്ളത് കാശി പറഞ്ഞ് അങ്ങനെ അറിഞ്ഞതാണ്. ബാക്കി ഒരു കാര്യങ്ങൾ ഞാൻ കാശിയോടും പറയാത്തത് കൊണ്ടാണ് സർപ്രൈസായിട്ട് തന്നെ ഇരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കുന്ന നറുക്ക് ഇതാണ് കേട്ടോ. കാശി വീട്ടിലുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് എവിടാണെന്നാണ് അതിൻ്റെ ക്ലൂ. അപ്പോൾ ഏട്ടൻ ഇറങ്ങി വരുവാണേ, ബാക്കി നമുക്ക് കാണാം. എന്തായിരിക്കും? ആ, ഇനി അവിടെ പോയി നോക്ക്. എല്ലാം അവസാനം പൊട്ടിച്ചാൽ മതിയേ. അല്ല, ഗിഫ്റ്റ് പൊട്ടിക്കണ്ട, അതിനകത്തിലെ ക്ലൂ നോക്കേ. ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് നിൽക്ക്, കാണണ്ടേ. ഇങ്ങോട്ട് തിരിച്ചത് അത് കാണിക്കട്ടെ. കുപ്പിയിലാക്കിയാണ്. എത്ര കട്ടനുണ്ട് നോക്ക്. കാശി ഇതൊക്കെ മാറ്റാം. എന്തൊരു ഉത്സാഹമല്ലേ ശ്രീമോനെ. കഴിഞ്ഞു. ഇതോടുകൂടി ഈ വർഷത്തെ കലാപരിപാടികൾ അവസാനിച്ചിരിക്കുന്നു. ഇനി ഇതെല്ലാം തുറന്നു നോക്കെ. എടാ നീ ഡയലോഗ് ഒന്നും അടിക്കണ്ട, നീ ആദ്യം തുറന്നു നോക്കട്ടെ. കപ്പ പൊട്ടിക്ക്. അത് ആദ്യം എടുത്തത് പൊട്ടിക്ക്. ഷീമ ഇതെന്താ കഥയെന്നും പറഞ്ഞ് നോക്കിയിരിക്കും. ഇതെന്തോ ഇവർ കാണിക്കുന്നത് രാവിലെ. സെക്കൻഡ് എടുത്ത് ഏതാ? നീ ഇങ്ങനെ പറയാതിരുന്ന ഞാൻ പപ്പ നിന്നെ നോക്കേണ്ട കാര്യമില്ലല്ലോ. കാശിക്ക് വായിക്കാൻ അറിയാമോ? വായിച്ചെന്നാ മതി. എങ്കിൽ പിന്നെ നിനക്ക് എന്തിനാ ഇങ്ങനെ ടാസ്ക് വെക്കുന്നത്?
അടിച്ചു നോക്കാം. മണം നോക്കേ. എങ്ങനെയുണ്ട്? ഇട്ടേ ഒന്ന്. അതൊക്കെ പോയി. ചെറുതാണോ? കയറ്റിയിട്ടേ ഇങ്ങോട്ട്. കറക്റ്റ് അളവാ. ഇഷ്ടപ്പെട്ട? എന്താ ഊരിയിടത്തെ? ഊരിട്ടാ എന്താ കുഴപ്പം? ഇനി ഈ കാലം ഊരിടുന്നല്ലേ? അങ്ങനെയല്ല, ഇന്ന് രാവിലത്തെ വീഡിയോ വരുമ്പോ കണ്ടാ മതി. ഇന്നലെയല്ല മിനിഞ്ഞാന്ന്. ഇന്നലെയല്ല പോയെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? മറ്റേ നോക്കി. അതെങ്ങനെയുണ്ട്? ഇനി ഒന്നുമുണ്ട്. ഇയാൾക്കെല്ലാം അറിയാം. ഇതൊന്നും കണ്ടിട്ട് കാശിയുടെ ബർത്ത്ഡേക്ക് ഒന്നും പ്രതീക്ഷിക്കരുത് കേട്ടാ. സന്തോഷമായോ? ഇതെന്തൊരു കൂത്ത് അല്ലേ സൽമാനെ? അങ്ങനെ ഗിഫ്റ്റ് എല്ലാം കൊടുത്തു. ഏട്ടനെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇട്ട് നോക്കുക, ഇതെല്ലാം കറക്റ്റ് അളവായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടപ്പോൾ എനിക്ക് സന്തോഷം കേട്ടോ. ഏട്ടന് ഇഷ്ടപ്പെട്ടല്ലോ. എന്നിട്ട് എന്നോട് ചോദിക്കും, നീ എങ്കിലും പറഞ്ഞില്ലല്ലോ. എൻ്റെ മനസ്സ് 2-3 വട്ടം എൻ്റെ ഇത് വന്നതാണ്, പറയാൻ എൻ്റെ വായി വന്നെങ്കിൽ ഞാൻ ഓർത്ത് വേണ്ട, ഒരു ദിവസം കൊണ്ട് പിടിച്ച് നിൽക്കുക, സർപ്രൈസ് അല്ലേ, അത് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഉള്ള ഒരു സന്തോഷം. അതുകൊണ്ട് ഞാൻ അത് പറയാതെ തന്നെ ഇരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്രസ്സെല്ലാം ഇട്ട് അത് കഴിഞ്ഞ് എനിക്ക് ബാക്കി ജോലികളുണ്ട്. ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണം. അതൊക്കെ വേറൊരു വ്ളോഗുമായിട്ട് വരും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ബാക്കി വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും ഇത് കാണണേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.